2020 വനിതാ ലോകകപ്പിന് ഇന്ന് യുഎഇയിൽ തുടക്കമാകും. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ബംഗ്ലാദേശ് സ്കോട്ട്ലൻഡിനെ നേരിടും. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിന്റെ 9ാം പതിപ്പാണ് ഇത്തവണത്തേത്. ദുബായിൽ നിന്നും അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട്. ബംഗ്ലാദേശിലെ പ്രക്ഷുബ്ധമായ രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്താണ് വനിതാ 2020 ലോകകപ്പ് യുഎഇയിലേക്ക് മാറ്റിയത്. യുഎയിലെ ദുബായിലും ഷാർജയിലുമുള്ള വേദികളുമായി ഇന്നു മുതൽ മത്സരങ്ങൾ ആരംഭിക്കും. ഒക്ടോബർ 20 വരെയാണ് ഈ ഒരു ടൂർണമെന്റ് നടക്കുക. രണ്ട് ഗ്രൂപ്പുകളിലായി 10 ദേശീയ വനിതാ ടീമുകളാണ് ഈ ഒരു ടൂർണമെന്റിൽ പങ്കെടുക്കുക. ഇന്ത്യയും പാകിസ്ഥാനും ഒരേ ഗ്രൂപ്പിലാണ് മത്സരിക്കുന്നത്. ഗ്രൂപ്പ് എയിൽ ഇന്ത്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, പാകിസ്ഥാൻ, ശ്രീലങ്ക എന്നിവയാണ്. ഗ്രൂപ്പ് ബിയിൽ ഇംഗ്ലണ്ട്, വെസ്റ്റ് ഇൻഡീസ്, ബംഗ്ലാദേശ്, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ ടീമുകളാണുള്ളത്. ഇന്ത്യൻ ടീമിന് വേണ്ടി 2 മലയാളികളും കളത്തിലിറങ്ങുന്നുണ്ട് എന്ന പ്രത്യേകതയും ഈ ഒരു ലോകകപ്പിനുണ്ട്. ആസിയും സജനയുമാണ് ഇന്ത്യൻ ടീമിന് വേണ്ടി ജേഴ്സി അണിയുന്ന മലയാളികൾ. ഇന്ന് ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് ഷാർജ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ഉദ്ഘാടന മത്സരം നടക്കുക. ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശ് സ്കോട്ട്ലൻഡിനെയാണ് നേരിടുക. രണ്ടാമത്തെ മത്സരം പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. ഞാനിപ്പോൾ ഉള്ളത് ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ്. നാളെ വൈകിട്ട് 6 മണിക്ക് ന്യൂസിലൻഡുമായാണ് ഇന്ത്യൻ വനിതകളുടെ ആദ്യ മത്സരം ഇവിടെ വെച്ച് നടക്കുക. നമുക്കറിയാം, എക്കാലവും ക്രിക്കറ്റിന് വലിയ പിന്തുണ നൽകിയിട്ടുള്ള മണ്ണാണ് യുഎഇയുടേത്. അതിനാൽ തന്നെ ഈ ഒരു ആവേശകരമായ മത്സരത്തിനാണ് യുഎഇ വേദിയാവുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ക്രിക്കറ്റ് ആരാധകർ ഏറെയുള്ള യുഎഇയിൽ നിറഞ്ഞു കവിഞ്ഞ സ്റ്റേഡിയത്തിൽ ആവേശം അണപൊട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതോടൊപ്പം തന്നെ മത്സരങ്ങളുടെ സുഗമമായ നടത്തിപ്പിനായി പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങളും യുഎഇ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സെൽഫി സ്റ്റിക്ക്, അതോടൊപ്പം തന്നെ പവർ ബാങ്ക്, ഗ്ലാസുകൾ, രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികൾ എന്നിവ ഇവിടെ അനുവദിക്കില്ല എന്നും അതോടൊപ്പം കളിയുടെ ഫോട്ടോ, വീഡിയോ ചിത്രീകരണം എന്നിവ പാടില്ല എന്നും സ്റ്റേഡിയത്തിലും പരിസരങ്ങളിലും നിരീക്ഷണം ഉണ്ടാകുമെന്നും ദുബായ് പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും നിയമം ലംഘിക്കുന്നവരെ പിടികൂടാൻ ആധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും പോലീസ് കാണികൾക്ക് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും മത്സരത്തിന് 3 മണിക്കൂർ മുമ്പാണ് ഗേറ്റുകൾ തുറക്കുക. ഒരിക്കൽ സ്റ്റേഡിയത്തിന് പുറത്തിറങ്ങിയാൽ പിന്നീട് പ്രവേശനം ഉണ്ടായിരിക്കില്ല എന്നും അധികൃതർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആവേശോജ്വലമായ ഈ ഒരു മത്സരങ്ങൾക്ക് തുടക്കമാവും. ആദ്യ സെമി ഫൈനൽ മത്സരം 17ാം തീയതി ഇവിടെ ദുബായിൽ ഇതേ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കും. രണ്ടാം സെമി ഷാർജയിലാണ് നടക്കുന്നത്. 20ാം തീയതി ഇതേ സ്റ്റേഡിയത്തിൽ തന്നെയാണ് ഫൈനൽ പോരാട്ടം നടക്കുക. നമുക്കറിയാം, പുരുഷ 2020 ലോകകപ്പ് ഇന്ത്യൻ ടീം കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇതിനുശേഷം വനിതാ ലോകകപ്പും സ്വന്തമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യയും. ആവേശത്തിൽ തന്നെയാണ് ഇവിടെയുള്ള കാണികളും ഇന്ത്യൻ ആരാധകരും. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24.